കെമിക്കൽ കെമിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് +2 ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് അധ്യായമായ സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയാണ്. നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലും +1 ക്ലാസ്സുകളിലും ഒക്കെ പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, മാറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാറ്റർ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മാറ്ററിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ മാറ്റർ മൂന്നായിട്ട് മാത്രമല്ല, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് പഠിക്കാൻ വേണ്ടുന്നത് മാറ്ററിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിൽ നമ്മൾ +1 ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് ലിക്വിഡിന്റെ പ്രോപ്പർട്ടികളായ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലും +1ൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലും ഒക്കെ ഗ്യാസ് ലോസും ഗ്യാസിന്റെ പ്രോപ്പർട്ടീസും ഗ്യാസിന്റെ കൈനറ്റിക് മോളിക്കുലാർ തിയറിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്നെല്ലാം സ്കിപ്പായി മാറി, അല്ലെങ്കിൽ അവിടെ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്ന ഒരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റർ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സോളിഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സോളിഡിന്റെ ടൈപ്പ്, അതേപോലെ തന്നെ സോളിഡിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. നല്ലൊരു ശതമാനം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാം. നല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യം അതിനകത്ത് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്. അത് ഞാൻ 5 പോയിന്റ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ആദ്യമേ അറിയേണ്ടത് സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. മറന്നു പോകരുത്, സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പം ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ എന്തുണ്ട്, വോളിയവും ഉണ്ട്. രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം, സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് അഥവാ സോളിഡിനകത്തുള്ള ആറ്റംസ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതായത് വളരെ അടുത്തടുത്തായിരിക്കും അവര് സ്ഥിതി ചെയ്യുന്നത്, ടൈറ്റ് ആയിട്ടായിരിക്കും അവരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് നോക്കിക്കോളൂ, ഇവിടെ ഞാനൊരു കുറച്ച് പാർട്ടിക്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സിലേക്ക് നോക്കൂ, ഇതിനകത്ത് പാർട്ടിക്കിൾസ് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ ലിക്വിഡിനകത്തും ഗ്യാസിനകത്തും ഒന്നും ടൈറ്റ് അല്ല, പാർട്ടിക്കിൾസ് എല്ലാം അകന്നൊക്കെയാണ് ഇരിക്കുന്നത്. ഈ കൂട്ടത്തിൽ സോളിഡിനകത്താണ് പാർട്ടിക്കിൾസ് മാക്സിമം അടുത്തിരിക്കുന്നത്, അഥവാ ടൈറ്റ്ലി പാക്ഡ് അഥവാ ക്ലോസ്ലി പാക്ഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയേണ്ട കാര്യം, ഷോർട്ട് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്. നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ്. പാർട്ടിക്കിൾസ് ഒരുപാട് ചേർന്നിരിക്കുകയാണെങ്കിൽ, പാർട്ടിക്കിൾസ് തമ്മിൽ ഒത്തിരി ചേർന്നിരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ എന്ത് കാണില്ല, സ്പേസ് കാണത്തില്ല. സ്പേസ് വളരെ ഷോർട്ട് ആയിരിക്കും. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ, ഇവിടെ നോക്കിക്കോളൂ, ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ അവർക്കിടയിൽ എന്തില്ല, സ്പേസ് ഇല്ല. അതാ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് വളരെ ഷോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും. ഇനി നാലാമതായിട്ട് പറയേണ്ടത്, അവരിങ്ങനെ ചേർന്നിരിക്കുകയാണല്ലോ, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണല്ലോ, വളരെ അടുത്തിരിക്കുകയാണല്ലോ. അടുത്തിരിക്കുന്നത് കൊണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും, നല്ല അട്രാക്റ്റീവ് ഫോഴ്സ് കാണും ഈ പാർട്ടിക്കിൾസിനിടയിൽ. നമുക്ക് പറയാം സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ്. ഇവർക്കിടയിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉള്ളത്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നു, ലോ കൈനറ്റിക് എനർജിയാണ്. നമുക്കറിയാം, മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എനർജിയാണല്ലോ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊബിലിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു എനർജിയാണല്ലോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, വളരെ അടുത്തടുത്തിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് തന്നെ ഇവരുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ആ പാർട്ടിക്കിൾസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവർ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട്, ആ മീൻ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവർ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവര് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ലോ ആണ്.
പക്ഷെ അവരാ ഇരിക്കുന്ന പൊസിഷൻ, അതായത് ആ മീൻ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് വൈബ്രേഷൻ അഥവാ ഓസിലേഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മറന്ന് പോകരുത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ സോളിഡിലായാലും ശരി, ലിക്വിഡിലായാലും ശരി, ഗ്യാസിലായാലും ശരി, അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ്, സോളിഡുമായി ബന്ധപ്പെട്ട 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്തിരിക്കുക. വേണമെങ്കിൽ ഒരു പോയിന്റും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂവ്മെന്റ് കുറവാണെന്നുള്ളത് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് പറയാം. അതായത് അതിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പറയാം, ദേ ഹാവ് റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അതായത് അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അതാ പറഞ്ഞത്, ദേ ഹാവ്, സോളിഡ്സ് ഹാവ് റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അതും കൂടെ പോയിന്റിൽ നിങ്ങൾ എഴുതാം. 6 പോയിന്റുകൾ ഉണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞത് സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. 2, സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് ആണ്, അടുത്തടുത്താണ് ഇരിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. നാലാമതായിട്ട് അതിന്റെ ബാക്കിയായിട്ട് തന്നെ പറയാം, പാർട്ടിക്കിൾസ് തമ്മിൽ അടുത്തടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കിൾസിനിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും. അടുത്തതായിട്ട് പറയേണ്ടത്, ഇവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറവെന്നല്ലേ പറഞ്ഞത്. മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ലോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ്. അടുത്തതായിട്ട് പറയേണ്ടത്, അതുകൊണ്ട് തന്നെ അവർക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെ വളരെ ലോ ആണ്. അപ്പൊ നമ്മള് സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചായിരുന്നു. ഒരു 5-6 ക്യാരക്ടറിസ്റ്റിക്സ്, സോളിഡിന്റെ സവിശേഷതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൃത്യമായി എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ അത് എഴുതി വെക്കുക, അത് വായിച്ച് പഠിക്കുക. ഇനി നമുക്കറിയേണ്ട രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ. സോളിഡിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? സോളിഡിനെ പ്രധാനമായിട്ടും 2 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 1 ക്രിസ്റ്റലൈൻ സോളിഡും 2 അമോർഫസ് സോളിഡും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പിട്ട്, ഇതിന്റെ ഡിഫറൻസ് പറയുന്നതിന് മുമ്പിട്ട്, ഡിഫറൻസ് പഠിക്കണം. പരീക്ഷയ്ക്ക് എങ്ങനെ പോയാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ചെയ്യാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് +1 ഒക്കെ നമുക്ക് മനസ്സിലായി കാണും. ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കുണ്ട്. അത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പിട്ട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, സോളിഡിനെ നമുക്ക് ഹീറ്റ് ചെയ്താലാണ് സോളിഡ് ലിക്വിഡായി മാറുന്നത്. ലിക്വിഡിനെ ഹീറ്റ് ചെയ്താലാണ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. അതേപോലെ ഗ്യാസിനെ കൂള് ചെയ്താൽ ഗ്യാസ് ലിക്വിഡായി മാറും. ലിക്വിഡിനെ കൂള് ചെയ്താൽ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറും. അപ്പൊ സോളിഡിൽ നിന്നും ഗ്യാസിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാവധാനം ഹീറ്റ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ചാടിക്കേറി ഹീറ്റ് ചെയ്ത് വളരെ പതുക്കെ എന്ത് ചെയ്തോണം? ഹീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ സോളിഡ് വളരെ പതുക്കെ പതുക്കെ ലിക്വിഡായി മാറുന്നു. ലിക്വിഡ് വളരെ പതുക്കെ പതുക്കെ എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. അതേപോലെ ഗ്യാസിനെ നമ്മൾ തിരിച്ച് സാവധാനം കൂള് ചെയ്യുമ്പോൾ ഗ്യാസ് ലിക്വിഡായി മാറുന്നു. ലിക്വിഡിനെയും നമ്മൾ അതേപോലെ കൂള് ചെയ്യുമ്പോൾ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ആദ്യമേ ഒന്നോർത്ത് ഇരിക്കുക. അപ്പൊ നമ്മളിപ്പം സോളിഡിനെ വളരെ പെട്ടെന്ന് കയറി ഹീറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ പറയുന്നില്ല. സോളിഡിനെ വളരെ പതുക്കെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഗ്യാസിലേക്ക് എത്തിക്കുന്നു. തിരിച്ചതേപോലെ ഗ്യാസിനെ സാവധാനം കൂൾ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങോട്ട് ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് എങ്ങോട്ട് എത്തിക്കുന്നു? സോളിഡിലേക്ക് എത്തിക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത. ആ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട്, പക്കയായിട്ട്, നല്ല കിടിലമായിട്ട് എന്ത് ചെയ്ത് വെച്ചേക്കുകയാണ്? അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. പക്ഷെ അമോർഫസ് സോളിഡ് ഒരു സോളിഡ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും പക്ഷെ അത് ആക്ച്വലി എന്തല്ല, അതൊരു സോളിഡ് അല്ല. അതെന്ന് പറയുന്നത് ഒരു സ്യൂഡോ സോളിഡ് എന്നൊക്കെ പറയാം. നമുക്ക് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി ഇതൊരു ട്രൂ സോളിഡ് അല്ല ഈ അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. അതായത് അമോർഫസ് സോളിഡിനകത്ത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പക്കയല്ല, പെർഫെക്റ്റ് ആയിട്ടല്ല.
ചുമ്മാ തോന്നിയ പോലെയൊക്കെ എന്ത് ചെയ്തൊക്കെ വെച്ചേക്കാണ്, അറേഞ്ച് ചെയ്തൊക്കെ വെച്ചേക്കുകയാണ്, അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ? അമോർഫസ് സോളിഡിനകത്ത്. പക്ഷെ ക്രിസ്റ്റലൈനിൽ നേരെ മറിച്ചാണ്, പെർഫെക്റ്റ് ആണ്, ഒരു നല്ലൊരു ക്രിസ്റ്റൽ ആണ്, അല്ലെങ്കിൽ നല്ലൊരു സോളിഡ് ആണ് ഏതെന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പൊ ഞാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സോളിഡിനെ നമ്മൾ സാവധാനം ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കുന്നു, ലിക്വിഡിനെ സാവധാനം ഹീറ്റ് ചെയ്ത് ഗ്യാസ് ആക്കുന്നു, തിരിച്ച് ഗ്യാസിനെ സാവധാനം നമ്മൾ കൂൾ ചെയ്ത് സോളിഡിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. സാവധാനം എന്നാണ് പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ സാവധാനത്തിലല്ലാതെ പെട്ടെന്ന് കയറി ഈ ഗ്യാസ് ആയിട്ടിരിക്കുക, പെട്ടെന്ന് കയറി അതിനെ അങ്ങ് കൂൾ ചെയ്ത് സഡൻ ആയിട്ട് അങ്ങ് കൂൾ ചെയ്തെന്ന് വിചാരിച്ചു. സഡൻ ആയിട്ട് അങ്ങ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ആ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്. നമുക്കറിയാം, ഗ്യാസിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് എങ്ങോട്ട് വരും? സോളിഡിലേക്ക് വരും. സാവധാനം കൂൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സോളിഡിലേക്ക് എത്തും. പക്ഷെ ഈ പറയുന്ന കണക്ക് സഡൻ ആയിട്ട് നമ്മൾ അതിനെ അങ്ങ് കൂൾ ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് നടത്തി സഡൻ ആയിട്ട് ഗ്യാസിനെ കയറി കൂളി പെട്ടെന്ന് കയറി കൂള് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കിന് ഗ്യാസ് സോളിഡിലേക്ക് എത്തും. പക്ഷെ ഒരിക്കലും ആ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ എന്തായിരിക്കത്തില്ല, പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, പക്കയായിരിക്കത്തില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം സ്കൂളില് ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇന്റർവെല്ല് വിട്ട് നമ്മൾ ക്ലാസ്സിൽ ബോയ്സും ഗേൾസും എല്ലാം കൃത്യമായി ബെഞ്ചുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്, പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ബെല്ലടിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, സാവധാനം ക്ലാസ് റൂമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ചിലര് പുറത്തേക്ക് ഗ്രൗണ്ടിലേക്ക് പോകുന്നു, ചിലര് ഓഫീസിലേക്ക് പോയി ടീച്ചേഴ്സിനെ കാണുന്നു, ചിലര് അപ്പുറത്തെ ക്ലാസ് റൂമിലേക്ക് പോയി അവിടെ പോയി കാര്യം പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും. ഇനി നേരെ പറഞ്ഞാൽ ഓക്കെ, ഇനി ബെല്ലടിച്ചു കഴിഞ്ഞു, അതായത് ഇന്റർവെല്ല് കഴിയാനുള്ള ബെല്ലടിച്ചു. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു, പതുക്കെ പോയതുപോലെ സാവധാനം എന്ത് ചെയ്യുന്നു, തിരിച്ചു കയറി വന്ന് അവരവരുടെ സ്പേസിൽ ഇരിക്കുന്നു. പോയത് വളരെ സാവധാനത്തിലാണ്, അവർ തിരിച്ചു വന്ന് കയറി ഇരുന്നത് സാവധാനത്തിലാണ്. പോയപ്പോഴും അറേഞ്ച്മെന്റ് പക്കയാക്കി വെച്ചിട്ടാണ് അവർ, അതിന് പക്ക അറേഞ്ച്മെന്റ് ആയിരുന്നു. തിരിച്ചു വന്ന് കയറിയപ്പോഴും അറേഞ്ച്മെന്റ് എന്താണ്, വളരെ പക്കയാണ്. ഇനി നേരെ മറിച്ച് ഇന്റർവെല്ല് കഴിഞ്ഞ് മൂന്നാമത്തെ പീരീഡ് ആയപ്പോ കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി ഇരിപ്പുണ്ടേ, സാറില്ല. ആ മൂന്നാമത്തെ പീരീഡില് സാറില്ല, ടീച്ചർ ഇല്ല എന്ന് മനസ്സിലാക്കി അവിടെ ഇരുന്ന കുറെ പിള്ളേരൊക്കെ ചാടി പുറത്തിറങ്ങി അവിടേക്ക് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ ആണെങ്കിൽ കമ്പും കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടും ഈ പിള്ളേരെല്ലാം കൂടെ പേടിച്ച് ചാടി കയറി ക്ലാസ്സിൽ കയറി തോന്നി അടുത്തൊക്കെ ഇരിക്കും. സാധാരണ പെട്ടെന്ന് പ്രിൻസിപ്പളിനെ കണ്ടുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പിള്ളേരെല്ലാം കൂടെ ചാടി അകത്ത് കയറി ബെഞ്ചിലോട്ട് ഇറങ്ങിയിരിക്കും. പക്ഷെ അവര് നേരത്തെ ഇരുന്ന സ്ഥലത്തൊന്നും ആയിരിക്കത്തിരിക്കുന്നത്, കുറേമാര് പോയി ഗേൾസിന്റെ അടുത്ത് പോയിരിക്കും, കുറെ ആൾക്കാർ അങ്ങോട്ടിരിക്കും, കുറെ ആൾക്കാർ ഇരുന്നിടത്തൊന്നും അല്ല, അവിടെ ഇവിടെയൊക്കെ കയറി എന്ത് ചെയ്യും, ഇരിക്കും. അപ്പൊ അതായത് നേരത്തെ ഇരുന്ന അറേഞ്ച്മെന്റ് ഒന്നും അല്ല, അതായത് പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് അല്ല. പെർഫെക്റ്റ് അറേഞ്ച്മെന്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ സോളിഡിനെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വിളിക്കാം. പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് അല്ല എങ്കിൽ ആ സോളിഡിനെ അമോർഫസ് സോളിഡ് എന്നും വിളിക്കാം. സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് ലിക്വിഡിൽ നിന്നും ഗ്യാസിലേക്കും കൊണ്ടുപോകും നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തിരിച്ച് ഗ്യാസിനെ കൂൾ ചെയ്ത് ലിക്വിഡിനെ നമ്മൾ കൂൾ ചെയ്ത് സോളിഡിലേക്കും എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മള് ലിക്വിഡിലേക്ക് എത്തി, ലിക്വിഡിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഗ്യാസിനെ വളരെ സഡൻ ആയിട്ട് തന്നെ നമ്മൾ കൂൾ ചെയ്യിപ്പിച്ച് ലിക്വിഡിനെ വളരെ സഡൻ ആയിട്ട് തന്നെ കൂൾ ചെയ്യിപ്പിച്ച് നമ്മള് സോളിഡിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പ്രിൻസിപ്പാളിനെ കാണുമ്പോൾ കുട്ടികളെല്ലാം കൂടെ ചാടി കയറി ക്ലാസ്സിൽ കയറുമ്പോൾ സഡൻ ആയിട്ട്, അപ്പൊ അവർ കൃത്യമായി അവർ വിചാരിക്കുന്നിടത്തൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റിയെന്നോ വരത്തില്ല, അറേഞ്ച്മെന്റ് മൊത്തത്തിൽ മാറിപ്പോ. അപ്പൊ അതേപോലെ തന്നെ ഈ ലിക്വിഡിനെ അല്ലെങ്കിൽ നമ്മൾ ഈ ലിക്വിഡായിട്ടിരിക്കുന്നു, ലിക്വിഡിനെ നമ്മൾ സഡൻ ആയിട്ട് ഇങ്ങോട്ട് കൂൾ ചെയ്യിപ്പിച്ച് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറുന്നു, സോളിഡിലേക്ക് മാറുമ്പം, പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് കൂൾ ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് മാറുമ്പം, അല്ലെങ്കിൽ സൂപ്പർ കൂൾ ചെയ്യുമ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് പെർഫെക്റ്റ് ആയി വരത്തില്ല. അറേഞ്ച്മെന്റ് മൊത്തത്തിൽ മാറിപ്പോകും, അറേഞ്ച്മെന്റിൽ തെറ്റുവരും, മിസ്റ്റേക്ക് വരും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അമോർഫസ് സോളിഡിനെ നമ്മൾ സ്യൂഡോ സോളിഡ് അഥവാ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെ വിളിക്കുന്നത്. അതായത് ലിക്വിഡിലേക്ക് എത്തി, ആ ലിക്വിഡിനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സഡൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യിപ്പിക്കുന്നു. ഗ്യാസിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ്, സോളിഡിലേക്ക് വരികയാണ്. സഡൻ ആയിട്ട് കൂൾ ചെയ്യിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട്, സഡൻ ആയിട്ട് കൂൾ ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് നടത്തുമ്പോൾ
ഈ പറയുന്ന ക്രിസ്റ്റലിനകത്ത് അല്ലെങ്കിൽ ഈ വരുന്ന പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് പെർഫെക്റ്റ് ആവത്തില്ല. ആ പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, മിസ്റ്റേക്ക് വരും. അപ്പൊ അതിനൊരു പെർഫെക്റ്റ് സോളിഡ് എന്നും അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു സോളിഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡിനെ നമുക്ക് സ്യൂഡോ സോളിഡ് എന്നും അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കുമെന്നും പറയാം. അപ്പം അമോർഫസ് സോളിഡിനെ എന്തുകൊണ്ട് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും ഡിഫറൻസ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും ഡിഫറൻസ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ പക്കയാണ്, പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ഡെഫിനിറ്റ് ജോമെട്രിക് ഷേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെഗുലർ ഷേപ്പ് ഉണ്ട്. പക്ഷെ അമോർഫസിനകത്ത് ഈ സഡൻ ആയിട്ടൊക്കെ അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് കൃത്യമായി ഒന്നും അല്ലെങ്കിൽ പെർഫെക്റ്റ് അറേഞ്ച്മെന്റും ഓർഡർ ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഒന്നും കാണത്തില്ല. അമോർഫസ് സോളിഡിന് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ഇല്ല. പക്ഷെ ക്രിസ്റ്റലൈൻ സോളിഡിന് ഡെഫിനിറ്റ് ജോമെട്രിക് ഷേപ്പ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ് ഉള്ളത്, അമോർഫസ് സോളിഡിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് ഉള്ളത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് കൺസിഡർ ചെയ്യുകയാണ്. ക്രിസ്റ്റലൈൻ സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് ഉള്ളതും നെഗറ്റീവ് ചാർജ് ഉള്ളതുമായ അയോൺസ് ആണെന്ന് വിചാരിക്കുക. അതിനെ അടുക്കി വെച്ചേക്കുന്നത് ഒരു പോസിറ്റീവ്, അത് കഴിഞ്ഞൊരു നെഗറ്റീവ്, അത് കഴിഞ്ഞൊരു പോസിറ്റീവ്, അത് കഴിഞ്ഞൊരു നെഗറ്റീവ്, അങ്ങനെ അതായത് പോസിറ്റീവ് കഴിഞ്ഞൊരു നെഗറ്റീവ്, നെഗറ്റീവ് കഴിഞ്ഞൊരു പോസിറ്റീവ്. ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ് തന്നെയായിരിക്കും ത്രൂ ഔട്ട്. എത്ര ദൂരം മുമ്പോട്ട് പോയാലും എത്ര നേരം മുന്നോട്ട് പോയാലും ആ അറേഞ്ച്മെന്റിൽ മാറ്റം വരത്തില്ല. ആ അറേഞ്ച്മെന്റ് പക്കയായിരിക്കും. ഒരു പോസിറ്റീവ് കഴിഞ്ഞ് ഒരു നെഗറ്റീവ്, ഒരു നെഗറ്റീവ് കഴിഞ്ഞ് ഒരു പോസിറ്റീവ്, കൃത്യമായ അറേഞ്ച്മെന്റിലായിരിക്കും. എത്രയായാലും എവിടം വരെ നോക്കിയാലും ആ അറേഞ്ച്മെന്റ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു അറേഞ്ച്മെന്റ് എവിടുണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡിൽ ഉണ്ട്. അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡിൽ എന്തുണ്ടെന്ന് പറയുന്നത്, ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന് പറയുന്നത്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് ആണ്, ഓർഡർ പക്കയാണെന്ന് പറയുന്നത്. പക്ഷേ അമോർഫസ് സോളിഡിൽ അങ്ങനില്ല. അതുകൊണ്ട് അമോർഫസ് സോളിഡിൽ ലോങ് റേഞ്ച് ഓർഡർ അല്ല, പിന്നെന്താ ഉള്ളത്, ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും അമോർഫസ് സോളിഡിൽ ഉള്ളത്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അത് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ അമോർഫസ് സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അല്ല, നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകാം, പക്ഷെ ഇത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആകത്തില്ല. ഇനി അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിന് പെർഫെക്റ്റ് ക്ലീവേജ് ആയിരിക്കും, അപ്പുറത്തതല്ല. അത് ഞാൻ പറഞ്ഞുതരാം. ക്രിസ്റ്റലൈൻ സോളിഡിനെ ഞാനിപ്പോ മുറിക്കുക, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ ഞാനൊരു ടൂൾ കൊണ്ട് മുറിക്കുമ്പോൾ രണ്ട് പാർട്ട് കിട്ടുമല്ലോ. ആ രണ്ട് പാർട്ടും രണ്ട് ഹാഫ്സും ഈക്വൽ ആയിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡിനെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് ഹാഫ്സ്, രണ്ട് പാർട്ടും രണ്ട് ഭാഗങ്ങളും എന്തല്ല, തുല്യമല്ല, ഈക്വൽ അല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്യപ്പെട്ട ന്യൂലി ഫോംഡ് സർഫസ് ഉണ്ടല്ലോ, പുതുതായിട്ടുണ്ടായ സർഫസ് ഉണ്ടല്ലോ, അത് പ്ലെയിൻ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, റെഗുലർ ആയിരിക്കും. അത് രണ്ടുപേരും, രണ്ട് പാർട്ടും. പക്ഷെ അമോർഫസ് സോളിഡിന്റെ കേസിൽ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന രണ്ട് ഹാഫ്സും എന്തല്ല, റെഗുലർ അല്ല, അത് ഇറഗുലർ കട്ടായിരിക്കും. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂലി ഫോംഡ് സർഫസ്, അവിടെ ഉണ്ടാവുന്ന സർഫസിന്, ആ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും. അല്ലെങ്കിൽ പറയാം ആ രണ്ട് കട്ട് ചെയ്ത് കിട്ടുന്ന രണ്ട് ഹാഫ്സും രണ്ട് പാർട്ടും ഈക്വൽ ആയിരിക്കും, റെഗുലർ ആയിരിക്കും, റെഗുലർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ റെഗുലർ കട്ടായിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ഹാഫ്സും ഈക്വൽ അല്ല, രണ്ട് പകുതിയും ഈക്വൽ അല്ല, അത് ഇറഗുലർ ആയിരിക്കും, ഇറഗുലർ കട്ടായിരിക്കും. ഇനി നമുക്ക് അഞ്ചാമത്തേലേക്ക് പോകണം. ആദ്യമേ പറഞ്ഞിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നല്ല
വൃത്തിയായിട്ട് അടുക്കി വെച്ചേക്കുമല്ലേ, നല്ല ഓർഡറിൽ അടുക്കി വെച്ചേക്കല്ലേ, ലോങ് റേഞ്ച് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നതല്ലേ, പെർഫെക്റ്റ് അല്ലേ. അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ വിളിക്കും ട്രൂ സോളിഡ് എന്നാണ് ക്രിസ്റ്റലൈൻ സോളിഡിനെ വിളിക്കുന്നത്. പക്ഷെ അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് കള്ളനാണ്, അവൻ കള്ള സോളിഡ് ആണ്. അവനെ നമ്മൾ വിളിക്കും സ്യൂഡോ സോളിഡ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പേര് വിളിച്ചിരുന്നു സൂപ്പർ കൂൾഡ് ലിക്വിഡ്. നമ്മൾ പറഞ്ഞിരുന്നു ലിക്വിഡിനെ നമ്മൾ ഇങ്ങോട്ട് അതായത് ഗ്യാസിൽ നിന്നും സോളിഡിലേക്ക് വരുമ്പോൾ സഡൻ ആയിട്ട് കൂളിംഗ് നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് നടക്കുന്നത് കൊണ്ടോ അറേഞ്ച്മെന്റ്, പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വന്ന് നമുക്ക് കാണുമ്പോൾ സോളിഡ് എന്ന് തോന്നിയാൽ പോലും പക്ഷെ അത് സോളിഡ് അല്ല, തെറ്റായ കള്ളനായ ഒരു സോളിഡ് ആണ് ഏത്, അമോർഫസ് സോളിഡ്. സോ അമോർഫസ് സോളിഡിനെ നമുക്ക് സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല, അതിനോടൊപ്പം തന്നെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. അതായിട്ട് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും അവസാനത്തെ ഡിഫറൻസിലേക്ക് കടക്കാം. അതിൽ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണ്. അനൈസോട്രോപിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനൈസോട്രോപ്പി എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രോപ്പർട്ടിയാണ്. അമോർഫസ് സോളിഡിന്റെ പ്രോപ്പർട്ടിയാണ് ഐസോട്രോപ്പി അല്ലെങ്കിൽ ഐസോട്രോപിക് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ എടുത്തു. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ എടുത്തിട്ട് അതിന്റെ പല ഡയറക്ഷൻസിലേക്ക് ഞാൻ പോകുന്നു. പല ഡയറക്ഷനിൽ പോയി ഞാൻ ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രമല്ല തെർമൽ കണ്ടക്ടിവിറ്റി, ഇതൊക്കെ സോളിഡ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഞാൻ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ എടുത്തിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു ഡയറക്ഷനിൽ പോയി മെഷർ ചെയ്യുന്നു, വേറൊരു ഡയറക്ഷനിൽ പോയി മെഷർ ചെയ്യുന്നു, വേറൊരു ഡയറക്ഷനിൽ പോയി മെഷർ ചെയ്യുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ പല ഡയറക്ഷനിലും പലതായിരിക്കും, ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. അതിനെയാണ് നമ്മൾ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അമോർഫസിലേക്ക് കടക്കുമ്പോൾ അമോർഫസിന്റെ പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക് പ്രോപ്പർട്ടി. അതായത് ഞാനിപ്പോൾ ഒരു അമോർഫസ് സോളിഡിനെ എടുത്തു. അമോർഫസ് സോളിഡിന്റെ എടുത്തിട്ട് അതിന്റെ അമോർഫസ് സോളിഡിന്റെ ഓരോ ഡയറക്ഷനിലും പോയി ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കുന്നു. സപ്പോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ നോക്കുന്നു. ഒരു ഡയറക്ഷനിൽ പോയി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുന്നു, വേറൊരു ഡയറക്ഷനിൽ പോയി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുന്നു, വേറൊരു ഡയറക്ഷനിൽ പോയി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുന്നു. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ മനസ്സിലായി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ആയാലും ശരി, ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയാലും ശരി, എല്ലാ ഡയറക്ഷനിലും ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അപ്പൊ അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കും. ഐസോട്രോപിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത് അമോർഫസ് സോളിഡ് ആണെങ്കിൽ അനൈസോട്രോപിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ആയിരിക്കും. മറന്നു പോകരുത്, ക്രിസ്ത്യാനി എന്ന് ഓർത്തിരിക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക് ആണ് എന്നുള്ള കാര്യം വിട്ടുപോകരുത്. ക്രിസ്ത്യാനി മറന്നു പോകല്ലേ. അടുത്തതിലേക്ക് പോകുന്നു. ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും എക്സാമ്പിൾ. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് ഡയമണ്ട്, അതേപോലെ തന്നെ ഐസ്, ക്വാർട്സ് ക്രിസ്റ്റല്, അയഡിൻ തുടങ്ങിയത്. അതേപോലെ തന്നെ അമോർഫസ് സോളിഡിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയവ. ഇങ്ങനെ ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും ഡിഫറൻസ് നിങ്ങൾ ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. എക്സാമ്പിളുകൾ ഓർത്തു വെക്കുക, അതും ചോദിക്കാം. അതേപോലെ തന്നെ ഒരു അമോർഫസ് സോളിഡിനെ എന്തിനാണ് നമ്മുടെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അനൈസോട്രോപിക്കും ഐസോട്രോപിക്കും എന്താണ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അടുത്ത ഇതിന്റെ ബാക്കി പോർഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കൃത്യമായി കാണുക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. താങ്ക് യു.